അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നാം നമ്മുടെ പിതാക്കന്മാരെ കാണാത്ത ഒരു പുതിയ പ്രഭാതം കർത്താവ് നല്ല ആരാധിക്കുവാൻ ശുശ്രൂഷിക്കുന്നതിനകത്ത് കൊടുക്കുന്ന ദാസൻ പാസ്റ്റർ സ്റ്റാൻലി ജോൺ കുടുംബം വന്നുകൂടിയ കർത്തദാസൻ മാതാക്കന്മാർ വർഷിപ്പ് സഹോദരൻ എല്ലാവർക്കും ക്രിസ്തുയേശു നാമത്തിൽ സ്നേഹാവന്ദനാണ്. ദോഹായി പിസിയുടെ ഒരു 3 ദിവസത്തെ മീറ്റിംഗ് വന്നതാണ്. തിങ്കളാഴ്ച മടങ്ങി പോകുന്നു. ഇവിടെ വന്നതിപ്പോൾ ചെറിയ വിളിച്ച് കേൾക്കാനിടയായി. വർഷങ്ങൾക്ക് മുമ്പ് ചെറിയമായിട്ട് ആത്മബോധമുണ്ട്. 2000-ൻ്റെ ആ സമയങ്ങളിൽ അദ്ദേഹം ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത്. ഉഷാൻ്റെയും വിശയെ ലോകത്ത് സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ചുള്ള കൂട്ടായ്മ ദീർഘവർഷങ്ങൾക്ക് ശേഷം അതുപോലെ സ്റ്റാൻലി അവർ അദ്ദേഹത്തിൻ്റെ വർഷത്തെ പിതാവും മാതാവും മസ്കറ്റായിരുന്ന കാലത്ത് 96 കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയി പാർക്കാനും ശുശ്രൂഷിപ്പാനിയായി ആ കാലങ്ങളെ ഓർക്കുന്നു. പിസ്തിരിയ പാസ്റ്ററെ ചർച്ചിലെ അസോസിയേറ്റ് പാസ്റ്ററായിരുന്ന കാലത്തും ശുശ്രൂഷ കൊടുക്കുന്നു. നല്ല അനുഭവങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കൂട്ടായ്മയോട് കർത്താവിനെ സ്തുതിക്കുന്നു. ഇതാ സഹോദരന്മാർ വിശ്വാസികളുടെ ശുഭവും അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന ദൂത് കർത്തൃവാസിലൂടെ കർത്താവ് കേൾപ്പിച്ചു. സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസോത്രമനാണ്. ദൂരെ നിൽക്കുന്നവർക്ക് വാസ്തവമായിട്ട് ടാബർനാക്കിൽ ഈ സമാധാന കൂടാരം ഒരു കറുത്ത വസ്തുവായിട്ട് തോന്നുന്നു. കറുത്ത ടെന്റ് അടുക്കാൻ കൊള്ളാൻ നിൽക്കുക. പക്ഷെ അടുത്ത് വന്ന ഭക്തനെ പറയുന്നു സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസോത്രമനാണ്. ഈ കൈയടിയും സ്വത്രവും അന്യഭാഷയ്ക്ക് അഭിഷേകവും ഒക്കെ ദൂരെ നിൽക്കുന്നവർക്ക് അസ്വസ്ഥരായി തോന്നും. അടുത്ത് വന്നവർക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. മഹത്വവും ആഴവും. ഞാനും 2 ബസ് കയറിയാണ് ഇവിടെ വന്നത്. ആദ്യത്തെ ബസ് മലകര പെന്തക്കോസ്ത് ബസ്സായിരുന്നു. മലകര കത്തോലിക്ക ബസ്സായിരുന്നു. മലകര കത്തോലിക്ക. ഇപ്പോഴത്തെ പെന്തക്കോസ്ത് ബസ്സാണ്. ഇപ്പോഴത്തെ പെന്തക്കോസ്ത് ബസ് എന്ന് പറയുമ്പോൾ ബോഡി മുഴുവൻ പോയി കിടക്കുക. പിന്നെ വിട്ടുപോകാൻ ചോദിച്ചാൽ ഇതിനകത്തൊരു ഉപദേശമുണ്ട്. ദൈവം ആത്മാവാകുന്നു. ആത്മാവിലും സത്യത്തിൽ ആരാധിക്കണം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വിശ്വസിക്കുന്ന ഒരു കൂട്ടമാണ് പെന്തക്കോസ്ത്. അല്ലാത്തതൊന്നും സഭയില്ല, സംഘങ്ങളാണ്. നിങ്ങളെ എന്തായാലും സ്വാതന്ത്ര്യപ്പെടുത്തിയുടെ കൊണ്ടുവരാൻ സ്വന്തം പറയുക. ദീർഘവർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി നിങ്ങൾക്ക് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് നിങ്ങളെ മടങ്ങിക്കൊണ്ടതിനായി സ്വന്തം പറയാം. ഇനി ദൈവം പണിയും. അനുഗ്രഹിക്കട്ടെ. 1 തെസ്സലോനിക്കർ 5:24 വാക്യം. 1 തെസ്സലോനിക്കർ 5:24, 2 പത്രോസ് 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കാം. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. ദൈവം അത് നിവർത്തിക്കും. 2 പത്രോസ് 1-ാം അധ്യായം 3-4 വാക്യം. 2 Peter chapter 1:3-4. മഹത്വത്താലും വീര്യത്താലും വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നല്ലോ. അവയാൽ വിലയേറിയതും അതിമഹത്തായ മാറ്റം നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്തമ്മ നാശം വിട്ടുകഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കർത്താവചനത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്ന കൂട്ടായ്മയ്ക്കായി സ്തുതിക്കുന്നു. പാസ്റ്ററെ കുടുംബത്തിനായി ജീവിതത്തിനായി മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ആമേൻ. ആമേൻ. എന്നെ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുകയാണ്. വ്യത്യസ്ത വിളിയാണ്. ബഹുമാനപ്പെട്ട പാസ്റ്റർ സ്റ്റാൻലിയെ പ്രത്യേക വിളിയാണ്. എല്ലാവരും ഒരുപോലെ പരവിളിയാണ്, ശ്രേഷ്ഠവിളിയാണ്, ഉന്നത വിളിയാണ്, നിത്യനിക്കൽ വിളിയാണ്. എന്നാൽ നിങ്ങളുടെ വിളിയെ തെരഞ്ഞെടുപ്പോൾ അധികം ഉറപ്പാണ്. യോനെ ദൈവം വിളിച്ചു എങ്ങനെ നിലവിലേക്ക് പോകാനായിട്ട്. അദ്ദേഹം പോയി തർശിച്ചിരിക്കാം. പാടത്തിൽ വിളിച്ചു. വിളിയുള്ളവൻ അനുസരണക്കേട് എവിടെ കിടന്നാലും അവിടെ പൊക്കിയെടുക്കുന്നത് ദൈവത്തിന്റെ വിളി തെറ്റത്തില്ല. അവിടെ കറക്റ്റായ ശ്രദ്ധയുണ്ട്. സ്തോത്രം. ഒരു ഉന്നതമായ വിളി നിങ്ങൾക്കുണ്ട്.
ഉയരത്തിലേക്കുള്ള വിളിയാണ്. ഈ ചെറിയ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഏറ്റവും വലിയ ഭാഗ്യം. വീണ്ടും ജനിക്കപ്പെടുക, രക്ഷാനിർണയം പ്രാപിച്ച ഏറ്റവും വലിയ പദവി അല്ലെ? ഓർമ്മ നോക്കി വലിയ വ്യത്യസ്തമാകുന്നുണ്ട്. പാപമോചനം, യേശു കഴുകപ്പെടൽ, ശുദ്ധീകരണം, സ്വതന്ത്രം. ഇന്നോ വരുത്താൻ സ്വർഗത്തിൽ പോകുന്ന പ്രത്യാശ നമ്മുടെ അകത്ത് സ്വതന്ത്രം പറയുക. ഇവിടെ തീർന്ന ലക്കടെ കാണുന്നുള്ള ഒരു പ്രത്യാശ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെ മാറ്റപ്പെടാം? എവിടെ മാറ്റപ്പെട്ടാലും സുഗതി കാണും. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രക്ഷിക്കപ്പെടും. നീതീകരണം, ശുദ്ധീകരണം, തേജസ്കരണം. ഒരിക്കലും രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, പാവങ്ങളെ ഏറ്റുവന്ന് ഉപേക്ഷിച്ചു. യേശുവിനെ ക്രൂശിക്കപ്പെട്ടു, കഷ്ടം സഹിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു. യേശുവിനായി ജീവിക്കുന്നു. ഹൃദയം നീതിക്കായി വിശ്വസിക്കുക, രക്ഷക്കായി വായുകൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടും. ശിക്ഷയുള്ള വിടുതൽ, ആ മൂടുപടം നീങ്ങി ക്രിസ്തുവിന്റെ മഹത്വം അകത്തേക്ക് വരികയാണ്. യേശുവിന്റെ ജീവൻ അകത്തേക്ക് വരികയാണ്. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ദിനംതോറും വിശുദ്ധി ജീവിക്കണം. ഏറ്റുപറഞ്ഞും ശുദ്ധീകരണം പ്രാപിച്ചും ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും രക്ഷിക്കപ്പെടും. ആത്മാവ് സംബന്ധിച്ച് മാത്രം രക്ഷാനിർണയം പ്രാപിച്ചിട്ടുള്ളൂ. ദേഹം ഇതുവരെയും പൂർത്തീകരിക്കാൻ പറ്റില്ല. പൂർത്തീകരണം നടക്കാൻ പോയാ ഈ സവായം നടക്കുമ്പോൾ ശുദ്ധീകരണം നടക്കുക. ആ ശുദ്ധീകരണത്തിനായി സ്തോത്രം. ഇരമ്യാവിന്റെ പിതാവിനെ വിളിച്ചതുപോലെയല്ല ഇരമ്യാവിനെ വിളിച്ചത്. ഇടിച്ച് പൊളിച്ച് നടാനും പണിയുവാനും വിളിച്ചതാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു പുരോഹിതനായിരുന്നു. എന്നാൽ പുതിയ നിയമ അഭിഷേകത്തോടുകൂടിയാണ് പഴയ നിയമത്തിൽ ഇരമ്യാവിനെ നിയമിച്ചത്. അഭിഷേകം ഒന്ന് തന്നെയാണ്, പക്ഷെ ധൈര്യത്തിന്റെയും തീക്ഷ്ണതയുടെ ആത്മാവിനെ സ്വതം ഈ തലമുറയിൽ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ആദ്യം ഉറപ്പാക്കണം. സ്വതം ശുശ്രൂഷയ്ക്കുള്ള വിളിയുണ്ട്. ഇന്ന് ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ വ്യത്യസ്ത മേഖലയിൽ ഉപയോഗിക്കും. ദൈവഹിതമല്ലാത്തൊന്നും വെളിപ്പെടാൻ പാടില്ല. ഓരോരുത്തരെ കുറിച്ച് ദൈവഹിതമുണ്ട്. നിശ്ചയമായിട്ടുണ്ട്. എത്രയോ മനുഷ്യരാണ് ദൈവഹിതമല്ലാത്ത പല കാര്യങ്ങളിൽ പെട്ടുപോയത്. ഒരാൾ ബിസിനസ് വിജയിച്ചതുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഒരാൾ ഡോക്ടറായി, MBBS നല്ല വിദ്യാഭ്യാസമായി, MD ആയി വിജയിച്ചു, എൻ്റെ മോനെ പഠിപ്പിക്കുന്നു. ഇപ്പം സ്റ്റാലി പാസ്റ്റർ മക്കളെ അല്ലെങ്കിൽ മോളെ പഠിക്കാൻ പഠിക്കുകയാണ്. എൻട്രൻസ് എഴുതി കുഞ്ഞ് നല്ല പാസ്സായി, MBBS പോയി, മെഡിക്കൽ വലിയ ഉന്നത പദവിയിലേക്ക് എത്തി, MD ആയി, സൂപ്രണ്ടായി. എനിക്കൊരു അസൂയ തോന്നി. എന്തുവാ, എൻ്റെ മോളെ പഠിപ്പിക്കണം. ഞാനും കടമെടുത്ത് ലോൺ എടുത്ത് മോളെ പഠിപ്പിച്ചു, ജോലിയായി വിട്ടു, കഷ്ടപ്പെട്ടു, പഠിച്ചു, തോറ്റു, ജയിച്ചു. അവൾ വന്നു, ഇന്ത്യയിലെ ലൈസൻസ് ഒക്കെ കിട്ടി. അവൾ തുടർന്ന് രോഗികളെല്ലാം മരിക്കുക. അതല്ല ദൈവഗീതം. അസൂയ കൊണ്ടൊന്നും തുടങ്ങാൻ പാടില്ല. ഏത് മേഖലയാണെങ്കിലും ദൈവഗീതം വെളിപ്പെടണം. ഇത് നേരത്തെ പ്രാർത്ഥിക്കണം. എന്താണ് എന്നെക്കുറിച്ച് ദൈവഗീതം? അത് കുടുംബജീവിതമാണെങ്കിലും വിവാഹമാണെങ്കിലും എന്താണെങ്കിലും ദൈവഗീതമല്ലാത്തൊരു കാര്യം വെളിപ്പെടാൻ പാടില്ല. എത്ര വിശ്വാസികളാണ് ദൈവഗീതമല്ലാത്ത കാര്യം പെട്ടുപോയത്. എന്താണ് ഭാവി, നമ്മളെ ഫ്യൂച്ചറിൽ എന്താണ് ദൈവഗീതം? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഫ്യൂച്ചറിൽ ആരാണ് ആഗ്രഹിക്കുന്നത്? ചിന്തിച്ചില്ല. എന്നാ പഠിക്കുക? തീരുമാനിച്ചില്ല എന്നാ പഠിക്കണം. ഭാവി പൈലറ്റാണോ, പാസ്റ്ററാണോ, ഡോക്ടറാണോ, ഇങ്ങനെയാണോ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരുള്ളിൽ താല്പര്യമുണ്ട്, ഉറപ്പിച്ചിട്ടില്ല, ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മളെ കുറിച്ച് ദൈവികത വെളിപ്പെടണം. ആ ഗീതത്തിന്റെ അകത്തൊരു മഹത്വത്തോടെ വെളിപ്പെടണം. നമ്മൾ ദൈവികതോട് നമ്മൾ ദൈവികതയുള്ള കാര്യമാണ്. പക്ഷെ അതിനകത്ത് ശോധന, വേദനയുണ്ടല്ലോ, കഷ്ടതയുണ്ടല്ലോ, എന്തുണ്ടെങ്കിലും അവസാനം ചെയ്യാനുണ്ടാവും. ദൈവികതമല്ലാത്ത കാര്യത്തിൽ പെട്ടുപോയോ, വലിയ പ്രയാസം. കണ്ണുകിട്ട് ശാസിച്ചത് പോകത്തില്ല. മനസ്സിലായോ? ഒരു പരിശുദ്ധ ഇടപെടലാണ്.
ഈ നാളിൽ പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവഹിതമല്ലാത്തൊരു കാര്യം വിളിച്ച പാക്കേജിനകത്ത് എല്ലാം ഉണ്ട്. ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം എന്ത് ചെയ്യണം? കർത്താവ് വിളിച്ചെങ്കിൽ വേലയ്ക്ക് വേണ്ടി വിളിച്ചെങ്കിൽ പുറപ്പെടണം. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളൊക്കെ വിശ്വാസാചാര്യ കഴിഞ്ഞാണ്. ആരെയും ഓർത്തില്ല. ഞാൻ 2 ബസ് കയറുന്നു. ആദ്യത്തെ മകരൊക്കെ തോന്നിയ ബസ് കയറുന്നത്. എൻ്റെ ഭാഗം നല്ലൊരു മദ്യമായി, തികഞ്ഞ മദ്യമായി, സുബോധമില്ലാത്ത മനുഷ്യൻ. ആത്മഹത്യയോട് ശ്രമിക്കുന്ന കാലത്താണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. തങ്ങൾ ധരിപ്പണമായ കാലഘട്ടം. യേശു ഞങ്ങളെ രക്ഷിച്ചു. സ്വന്തമായിട്ടൊന്നുമില്ല. വിശ്വാസാചാര്യ വിളിയുണ്ടായി കർത്താവിന്റെ പേരിൽ പുറപ്പെടാൻ. ആദ്യം പിടിച്ചു മാനവകരമായ രോഗം കടന്നു വന്നു. കർത്താവിന് സമർപ്പിച്ചു. അവസാനം ദൈവമാണെന്ന് മനസ്സിലായി. പാസ്പോർട്ട് എടുത്തിട്ടല്ലേ കർത്താവിന്റെ കൈ അറിയുന്നത്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വിളിയുണ്ടോ? പുറത്തു വരണം. പിതാവ് ഷാനിയെ ഓർക്കുന്നുണ്ട്. അവരുടെ സുശീല കാഴ്ചപ്പാടുകൊണ്ട് തലമുറയെ നമ്മൾ ഏത് രീതിയിലാണോ കൊണ്ടോ അതുപോലെ തലമുറ മുന്നോട്ട് വരും. നിൽക്കാൻ യോഗ്യൻ അതിന്റെ പിന്നിൽ നല്ല മാവക്കന്മാരുണ്ട്. ജനയുടെ വർഷിപ്പിക്കും. നമ്മളെന്താണ് നമ്മുടെ തലമുറയുടെ കാഴ്ചപ്പാട്? ഇവിടുത്തെ കുറെ സമ്പന്നതയും ഇവിടുത്തെ മനുഷ്യർ കുറെ ഉണ്ടാക്കാനില്ല. വിഷൻ കാഴ്ചപ്പാടാകത്തുണ്ടാണ്. മനോഭാവം നല്ലതായിരിക്കണം. നല്ലതായിരിക്കണം. വിളിയുള്ള എല്ലാവരും തിരിപ്പുണ്ട്. അയ്യോ വീടില്ലല്ലോ, ജോലിയില്ലല്ലോ, അതില്ലല്ലോ, എന്തായി തീരും, മക്കളെ പഠിപ്പിക്കുള്ളൂ. ഇതൊക്കെ ഞങ്ങൾക്കുണ്ട്. ചാടി ഇറങ്ങി വിശ്വാസം വിളിച്ചിട്ടുണ്ടോ? ആ വിളിക്ക് അനുസരണം ഉണ്ടാകണം. അല്ലെങ്കിൽ യോന ഇന്നെ കടന്ന് ഉണ്ടതുപോലെ കടന്നുള്ളൂ. സമാധാനം നഷ്ടപ്പെടും. ആർക്കെല്ലാം നഷ്ടമുണ്ടായി? ആ ചരക്ക് കപ്പലിന് നഷ്ടമുണ്ടായി. ചരക്കെല്ലാം വിളിയിൽ വന്നു. എന്തെല്ലാം പ്രയാസം ഉണ്ടായി. ദൈവത്തിന് തെറ്റത്തില്ല. ദൈവം കറക്റ്റ് സത്വം എത്തിച്ചു. ദൈവം ഒരു ദേശത്തെ, ഒരു കുടുംബത്തെ, ഒരു വ്യക്തിയെ സന്ദർശിക്കാൻ തീരുമാനിച്ചാൽ അത് ഉറപ്പാക്കിയിരിക്കും. ലോകത്തിലേക്ക് ചില പുറത്തു വരാൻ സമയമായി. സ്തോത്രം. മഹത്വം വെളിപ്പെടും. ഉന്നതമായ വിളിയുള്ളവരുടെ തിരിപ്പുണ്ട്. വിശ്വാസത്താൽ മുന്നോട്ട് സ്റ്റെപ്പ് പ്രാർത്ഥിക്കണം. ദൈവമേ, എന്നെ കുറിച്ച് എന്താണ് ദൈവീകതം? അല്ലാതെ റിട്ടയർഡായി കുറെ 50-65 വയസ്സ് കഴിഞ്ഞിട്ട് ഉദ്യാനവഴി ഇറങ്ങിയെന്ന കാര്യം പറയുന്നത്. ഇറങ്ങി നല്ല ചോര തലപ്പുറക്കണം. ഞാൻ പണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചാണ്. 82, 83, 14 കാലഘട്ടങ്ങൾ. അന്ന് ഈറോഴിക്കുള്ള ഒരു മുദ്രാവാക്യം വിളിച്ചു. ഞങ്ങൾ ചോദിക്കും. ഇതുവരെ പകരം ചോദിക്കാൻ പറ്റിയില്ല. മനസ്സിലായി? ആ തീഷ്ണിക്കുന്ന കാലത്ത് ചാടി ഇറങ്ങണം. ദൈവം കരുതിയിട്ടുണ്ട്. അല്ല എല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ടൊന്നും ഇറങ്ങണമൊക്കെ. ഞാൻ പാതി ദൈവം പാതി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവം കരുതും. ഈശ്വരിയൊക്കെ പറയാം. ദൈവം കരുതുന്നേ. വിശ്വാസം പറഞ്ഞാലേ പറ. വിശ്വാസം. വിശ്വാസം ഇരിക്കുന്നത് പരിശോധിക്കണം. പത്രോസ് ലേഖനത്തിൽ 2-ാം അധ്യായം 2-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യം. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനം. ഈ 2-ാം ലേഖനം വിശ്വാസത്തിൽ വളരുക, പരിജ്ഞാനത്തിൽ വളരുക, ആത്മനിർഭര ജീവിതം ഉണ്ടാകുക എന്നൊക്കെ ആശയത്തിൽ ദുരുപദേശങ്ങളോട് എതിർത്ത് നിൽക്കുക. എല്ലാ കാലഘട്ടങ്ങളിലും പല നിലയിലുള്ള ദുരുപദേശങ്ങൾ സഭയിൽ കടന്നു വരാറുണ്ട്. ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രസ്ഥാനം ചർച്ചപ്പോൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള വലിയൊരു സംഭവമാണ്. അടിസ്ഥാന ഉപദേശമുള്ള സഭയാണ്. മാനസാന്തരം, രക്ഷ, സ്നാനം, പിതാപുത്ര പരിശുദ്ധാത്മാവ്, ആത്മസ്നാനം, അന്യഭാഷ അടയാളത്തോടുകൂടി, വേർപാട്, ഉപദേശം, കൂട്ടായ്മ, കർത്തൃമേശ, പ്രാർത്ഥന,
കർത്താവിന്റെ വരവ്, മണിയറ വാസം, 1000 ആണ്ട് വാഴ്ച, പുത്തന വിരിശലി, നിത്യത ഉള്ളതുപോലെ പഠിപ്പിക്കുന്ന ഗ്രൂപ്പാണ്. അല്ല പകുതി പഠിപ്പിച്ച് പകുതി വിടുന്നത്. സാത്താൻ തന്നെ യേശുവിനോട് അടുത്ത് വന്നത് വചനം കൊണ്ടാണ്. കിട്ടികളെ എത്ര മനുഷ്യനെയാണ് സാത്താൻ വചനം കിട്ടിയിരിക്കുന്നത്. എന്നാൽ ആത്മാവിനെ സാധിക്കുന്നതിനായി സ്തോത്രം പറയണം. വെളിവുണ്ടായി, വെളിവ്. എത്ര തിയോളജി PhD ഡോക്ടറെ ഡോക്ടറെ വെളിവില്ല. വിളിയെ തെറ്റിക്കണോ, സങ്കടം പോകും. വചനം പഠിപ്പിക്കുന്ന പക്ഷെ തെറ്റായി പഠിപ്പിക്കുന്നു. വചനം പഠിപ്പിക്കുന്നു പക്ഷെ തെറ്റായ റൂട്ടിലൂടെയാണ്. അങ്ങനെ ഒത്തിരി ആളുകൾ പെട്ടുപോയി, തകർത്ത് കളഞ്ഞു. നിങ്ങളെ കണ്ട ദൈവത്തിന് സ്തോത്രം പറയാം. എന്റെ അഭിപ്രായമില്ല, നമ്മുടെ ഉദ്ദേശമല്ല, പഠനത്തിലേക്ക് വേണം. നിങ്ങളെ മഹത്വമാക്കണം ദൈവത്തിന്. നിങ്ങൾ ഓരോരുത്തരും ഏത് ശുശ്രൂഷയാണോ, നേഴ്സാണോ, ഡോക്ടറാണോ, എവിടെയാണോ, ബിസിനസ് ആണോ, ആ കാര്യത്തിൽ ദൈവത്തിൽ മഹത്വമാകണം. ദൈവനാമത്തിന് അപമാനം ഉണ്ടാകാൻ പാടില്ല. ലോകത്തിൽ സമ്പന്നരായ മനുഷ്യരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, IT ജോലി ചെയ്യുന്ന വലിയ മനുഷ്യരുണ്ട്, ബുദ്ധിജീവികളുണ്ട്, സയന്റിസ്റ്റുകളുണ്ട്. 10-70 വർഷങ്ങൾക്ക് മുമ്പ് ആള് കുറവായിരുന്നു, ഇന്ന് ധാരാളം ആളുകളുണ്ട്. ചെറിയ കാര്യമൊന്നുമില്ല, വലിയ മാറ്റങ്ങളല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങളെ എവിടെ ആക്കിയാലും ദൈവത്തിന് മഹത്വമാക്കണം. ഏലി പുരോഹിതന്റെ ഭവനത്തിൽ നിന്നും മഹത്വം പോയി. അത് മുഴുവൻ ഇസ്രായേലിനെ ബാധിച്ചു. കാരണം അപ്പം മഹാപുരോഹിതനാണെങ്കിലും മക്കളെ വളർത്തേണ്ടതുപോലെ വളർത്തിയില്ല. മക്കളെ വളർത്തതുകൊണ്ട് വളർത്തിയില്ല. പറഞ്ഞാൽ 10 വിളിച്ച് അവരെ അടിക്കോ അവരെ വെട്ടുകയോ ഒന്നും ചെയ്യുന്നതല്ലോ. അതിന്റെ പരിജ്ഞാനമില്ലാതായിപ്പോയി. ശുശ്രൂഷ ചെയ്തു, പക്ഷേ മക്കളെ ശാസിച്ചു വളർത്തിയില്ല. ശാസിച്ചു വേണം, അമർച്ചയായി ശാസിച്ചു നടത്തില്ല, തിരുത്തപ്പെട്ടില്ല. അഗ്നിയും പിനഹാസും യാഗവും വേവ് മുമ്പ് 30 കൊടുത്തയച്ച് കുത്തിയെടുപ്പിച്ച് ദൈവത്തിന് പ്രസാദമില്ലാത്ത നിലയിൽ ദൈവത്തിനുള്ള മഹായാഗം ആക്ഷേപിക്കപ്പെട്ടു. അവർ അടിച്ചുകൊണ്ട് ക്രോസ് ചെയ്ത് ധരിച്ചു, പണിവാതിൽ ദുർഘട പാചരിച്ചു. ഇതെല്ലാം ഈ അപ്പം കണ്ടോണ്ടിരുന്നു, ശാസിച്ചില്ല, തിരുത്തിയില്ല. ഇപ്പൊ രഹസ്യമായിട്ടാണെങ്കിലും തിരുത്തപ്പെടണം. 10 പേരെ മുമ്പ് നമ്മുടെ കുഞ്ഞുങ്ങളെ ആക്ഷേപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവര് പിള്ളേരുടെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കി പിന്നെ നമുക്ക് ലാസ്റ്റ് പണി കിട്ടും. മനസ്സിലായി? 10 പേരെ വെച്ച് നമ്മൾ ആക്ഷേപിക്കുന്നത് രഹസ്യമായിട്ട് കുഞ്ഞെ അത് ശരിയല്ല. കെട്ടിപ്പിടിക്കണം, പറയണം, കാര്യം പറഞ്ഞു കൊടുക്കണം. ഞാൻ വന്ന വഴിയൊക്കെ പറയണം കേട്ടോ. തിരുത്തപ്പെട്ടാൽ തലമുറ അനുഗ്രഹിക്കപ്പെടും. തലമുറ പകരം നിൽക്കണം. നോണച്ചാരി പകരം തലമുറ നിൽക്കുക. എന്റെ നിങ്ങളുടെ തലമുറ ദൈവത്തെ സേവിക്കണം. ഞാൻ എൻ്റെ പിള്ളേരോട് പറയുമായിരുന്നു, ഒന്ന് ഓടെ അടുത്തായിരുന്നു, ഓളെ വിവാഹം കഴിപ്പിച്ചു. കേരളയിലുണ്ട് ജോലി വിട്ട് മോനെ സുശീലപരിക്ക് പോയി സെമിനാരി പഠിക്കുക, ടീച്ചർ സെമിനാരി. ഞാൻ പറയുന്നത് പിള്ളേരോട്, നിങ്ങളുടെ ശരീരം മുഴുവൻ ദേശാംശോത്വം ചെയ്യണം. തിരുനാമത്തിന് അപമാനം ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഏലി പുരോഹിതൻ വൻ പരാജയം ഉണ്ടായി. ചുരുക്കിയ പറഞ്ഞറിയാമല്ലോ, വചനവഴിക്കാനുള്ളവരാണല്ലോ. പെട്ടകം പിടിക്കപ്പെട്ടു, ദൂതൻ ഓടി വന്നു, വാർത്ത അറിയിച്ചു. അപ്പൻ പുറകോട്ട് വീട് പടലി ഓടി മരിച്ചു. മരുമകൾ ഉറക്കം പ്രസവവേദന ഉണ്ടായി, അവള് പ്രഗ്നന്റ് ആയിരുന്നു. നിലവിളി ഉണ്ടായി, അടികണ്ഠമായ വേദന ഉണ്ടായി. അവൾ നിലത്ത് വീട് പ്രസവിക്കുമ്പോൾ ഉടനെ വിളിച്ചു പറഞ്ഞു, കപ്പോ മഹത്വം പോയി. മഹത്വം ഈ ചെറിയ ജീവിതം കൊണ്ട് മഹത്വം ഉണ്ടാകണം. ഏത് ശുശ്രൂഷയാണെങ്കിലും, അത് ദൈവത്തിനെ പഠിപ്പിക്കുകയാണെങ്കിലും ഒരാളെ കൊന്നുവിടാൻ പാടില്ല. വാദിനത്തിന് വിരുദ്ധമായ പഠിപ്പിനുണ്ടാകുന്നു. മനസ്സിലായോ? സ്വപ്നം അതേ ശുശ്രൂഷ ചെയ്ത മനുഷ്യരായിരുന്നു, പക്ഷെ രീതി തെറ്റിപ്പോയി. ഇസ്രായേലിന്റെ മഹത്വം പോയി. ഇന്നത്തെ സമൂഹത്തെ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുക.
വാചക വിശുദ്ധിയുണ്ട്, ജീവിത വിശുദ്ധിയില്ല. എനിക്ക് പ്രസംഗിക്കാൻ നിങ്ങൾ പറയാം, ബുദ്ധിമുട്ടാണ്. എന്താണ് പെന്തക്കോസ്ത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാചകമേ ഉള്ളൂ: ജീവിത വിശുദ്ധി, മാതൃകാ ജീവിതം. നമ്മുടെ കയ്യിലും സ്വന്തം അന്യഭാഷയൊക്കെ ഉണ്ട്, ഉറപ്പാണ്. പക്ഷെ പുറത്ത് എനിക്ക് നിങ്ങൾക്കൊരു സാക്ഷ്യം ഉണ്ടാകുന്ന ഒരാത്മബലം വെളിപ്പെടട്ടെ. നാട്ടുകാർ മുഴുവൻ ബൈബിൾ വായിക്കുന്നില്ല, നമ്മളെ വായിച്ചോണ്ടിരിക്കുക. അയ്യോ, നമ്മളെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട് ആളുകൾ. അപ്പൊ അവരുടെ നടുവിൽ തിരുനാമത്തിന് അപമാനം ഉണ്ടാകുന്നൊന്നും ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. മഹത്വമായി തീരണം. ആ ജോലി ദൈവത്തിന് മഹത്വമായി തീരണം. ഒരു പ്രയാസമായി സഹിക്കണമെന്ന് ദൈവം പ്രവർത്തിക്കുമെന്ന്. അവിടെ പ്രതികാരത്തിൽ നിൽക്കരുത്, അവിടെ ജനത്തിൽ ഫൈറ്റ് ചെയ്യരുത്. ഒരു അനാത്മീയനായിരിക്കും, ജഡീയനായിരിക്കും, ഒരു പ്രാകൃതനായിരിക്കും. എനിക്ക് അവിടെ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നീ മാറിക്കണം, പ്രാർത്ഥിക്കണം. നീ ഇവിടെ വിടും. നിനക്ക് വിരോധം ഉണ്ടാക്കുന്നതിനായിരുന്നു ഫലിക്കത്തില്ല. കൂട്ടുകെട്ട് പൊളിഞ്ഞു പോകും, മഹത്വം വെളിപ്പെടും. രാവിലെ പരിശുദ്ധാത്മാവിനെയാണ് നിനക്ക് വിരോധം ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടുകളെ ദൈവാത്മാവ് ശാസിക്കാൻ പോവുകയാ. ആ സ്ഥലത്തോടെയും മഹത്വമെടുക്കാൻ പോവുകയാ. ദൈവം മഹത്വമെടുക്കാൻ പോവുകയാ, മഹത്വമെടുക്കാൻ പോവുകയാ. നിന്നെ നാടകെടുക്കാൻ നോക്കുന്ന, അപമാനിക്കാൻ നിൽക്കുന്ന വിഷയത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് വിടാൻ പോവുകയാണ്. ഇടത്തിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ മിണ്ടാതിരുന്ന് അറിയണം. മിണ്ടാതിരുന്ന് ദൈവത്തിന് വഴിയുണ്ട്. ഇതൊക്കെ എവിടെ നീനും വിളിയുള്ളയാളാണ്. സ്വതന്ത്രം ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുക, ഈ കൃപയിലേക്ക് വിളിച്ചിരിക്കുക, ബുദ്ധിയിലേക്ക് വിളിച്ചിരിക്കുക. അപ്പൊ നമുക്ക് ജനത്തിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിന്നെ മാക്സിമം അവൻ പ്രതികരിപ്പിക്കാൻ നോക്കും, കോപിക്കാൻ നോക്കും, നിന്നെ കൃപകളേക്കാൻ നോക്കും. കുടുംബത്തിനകത്ത് ഫൈറ്റിംഗ് ഉണ്ടാകും. അവിടെ ദൈവം ഇടപെടുന്നു. മിണ്ടാതിരിക്കണം, കൃപ കളയരുത്, അഭിഷേകം കളയരുത്. ഹല്ലേലൂയ. അടയാളങ്ങളുടെ ആരംഭമായി കാനാവിൽ യേശു അത്ഭുതം ചെയ്തു. മറിയ അവിടെ ഉണ്ടായിരുന്നു, മറിയ അവിടെ ഉണ്ടായിരുന്നു. സ്വന്തക്കാരായിരിക്കും. നമ്മുടെ വീട്ടിൽ വാതിലൊക്കെ മാമിമാരും പമ്മമാരൊക്കെ നേരത്തെ വരാറുണ്ടല്ലോ പണ്ടുകാരൻ. ഇപ്പോൾ എന്ന് ഇന്നത്തെ വിവാഹം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കൊടുത്താൽ മാത്രം മതി. പണ്ടങ്ങനല്ലായിരുന്നു. മറിയവിടെ ഉണ്ടായിരുന്നു, യേശുവിനെ ക്ഷണിച്ചിരുന്നു. പെൺപിള്ളേരും ആൺപിള്ളേരും ഓർത്തോണം, വിവാഹം കഴിക്കാത്ത തുടങ്ങി. എല്ലാം സെറ്റ് ചെയ്ത് നിശ്ചയം കഴിഞ്ഞ് കല്യാണം തലേ യേശുവെ വിളിക്കേണ്ടത്. നേരത്തെ കാലത്തേക്ക് വിളിച്ചാൽ അതിനെ കുടുംബിച്ച് തുടങ്ങിയിരിക്കപ്പെടും. ഇത് ഭാഷയെ വിളിച്ച് ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് കാറ്ററിംഗ് സർവീസ് കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഇവന്റ് മാനേജ്മെന്റുമായി എല്ലാം ആയി ഓക്കെ ആയിട്ട് യേശു വിളിക്കട്ടെ. അവരോട് പറയണം നേരത്തെ ഉപസിച്ചോളാൻ. പയ്യോട് പറയണം പോലെ നേരത്തെ ഉപസിച്ചോളാൻ. പ്രാർത്ഥിച്ചാൽ കുടുംബം എത്ര സ്ട്രോങ് ആകും. ഇപ്പൊ ഇനിയിപ്പോ കഴിഞ്ഞത് കഴിഞ്ഞും വേറെ വിളിക്കാൻ പാടില്ല. ദൈവം യോജിപ്പിച്ചതിന്റെ മനുഷ്യൻ പെട്ടുപോയിട്ടൊന്നുമല്ല, ശരിയായിക്കോളും. പണിയെടുത്തോളും രണ്ടിനെയും പണിയും. കർത്താവ് വിശ്വസ്തനാണ്. നമുക്ക് ലോകം മുഴുവൻ നേടാൻ പറ്റുന്ന കുടുംബം ഭദ്രമായിരിക്കണം. എനിക്ക് എൻ്റെ അമ്മ അനുഗ്രഹിക്കപ്പെട്ടോ. എൻ്റെ അമ്മയിപ്പോഴുണ്ട് 84 വയസ്സുണ്ട് എന്നോടൊപ്പം. എൻ്റെ ഫാദറിലോ 95 വയസ്സ് 5 എന്നോടൊപ്പം. എനിക്ക് അനുഗ്രഹിക്കേണ്ട ഭാര്യയുണ്ട്. ഇപ്പൊ നമ്മുടെ പിന്നിൽ പ്രാർത്ഥിക്കാൻ ആളുണ്ടോ ദൈവം മാറിക്കും. ഇല്ലാത്തൊരു ഭാരപ്പെടണം. ദൈവം നന്നായി ചെയ്തോ. സ്തോത്രം. ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാണ്. അപ്പൊ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ യേശു വീഞ്ഞാക്കി. ചുരുക്കി പറയാം, നിറവും ഗുണവും ഇല്ലാത്തതിനെ നിറവും ഗുണവുമാക്കും. നിറവും
നിന്റെ മുറ്റത്തെ പച്ചവെള്ളം കൊണ്ട് അനുഗ്രഹിക്കാൻ കഴിയും ദൈവം. എത്ര വിശ്വാസമുണ്ട്? ഈ പച്ചവെള്ളം ഇത് നീ രക്ഷപ്പെടുവോ? ദൈവത്തിന് പറ്റും. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നിന്നെ നിറമാക്കാനും ഗുണമാക്കാനും നിന്റെ തലമുറ അനുഗ്രഹിക്കാനും കഴിഞ്ഞ ദൈവത്തിന് സ്തോത്രം പറയുക. പുറം പാത്രത്തെ അകപാത്രമാക്കിയ ദൈവം ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളകത്തുണ്ട്. പക്ഷെ ഇത് കാലിലുള്ള പാത്രമാ, വെള്ളം നിറച്ച് ഒരു യോഗ്യതയില്ല. പക്ഷെ എന്നെ നിന്നെ അകപാത്രമാക്കിയിരിക്കുക. ഇത്ര ശ്രേഷ്ഠമായി പറയുക. നിങ്ങളെ നിറവും ഗുണമാക്കിയതിനായി സ്തോത്രം പറയുക. നിങ്ങൾക്ക് 15-30 വർഷങ്ങൾക്ക് തിരിഞ്ഞു നോക്കിയാൽ എന്തുണ്ട്? ഒന്നുമില്ലായിരുന്നു. ഒരു ഗുണമില്ലായിരുന്നു, ഒരു പ്രത്യാശയില്ലായിരുന്നു, ഒരു ആശയില്ലായിരുന്നു, ഒരു വകയില്ലായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ കിട്ടിയപ്പോൾ മഹത്വമായതിനായി സ്തോത്രം പറയുകയാണ്. രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ് ഇവിടേക്ക് നിൽക്കുന്നത്. കൃപ വന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ നിറമാക്കി ഗുണമാക്കി പരിശുദ്ധാത്മാവ് ഒരുവിൽ വന്നാൽ ആള് മാറും. നീ ഇപ്പോഴത്തെ സമയം കാത്തിരിക്കൊന്നും എടുക്കുന്നില്ല. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവമേ, ഈ പെന്തക്കോസ്തിൽ പറയുന്ന പരിശുദ്ധാത്മാവ് അന്യഭാഷയിൽ അപ്പോസ്തലരുടെ 2-ാം അധ്യായം സത്യമാണെങ്കിൽ എന്നെ നിറയ്ക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ട്രൈ ചെയ്യുമ്പോൾ നിറയ്ക്കും. ഇതില്ലെന്ന് പഠിപ്പിക്കുന്ന വഴിയുണ്ട്. പത്രം പറയാൻ പറ്റത്തില്ല, കൈയടിക്കാൻ പറ്റത്തില്ല, പാട്ട് പാടാൻ പറ്റത്തില്ല. ഞാൻ സ്റ്റാച്ചു പോലെ വന്നിരിക്കണം. അത് ദുരുപദേശമാണ്. പക്ക ഉപദേശമല്ല. മനുഷ്യർക്ക് നല്ലതായിരിക്കാം. അബദ്ധങ്ങൾ പഠിപ്പിച്ച് ദുരുപദേശം കെറ്റിയുള്ള പലരുണ്ട്. പക്ഷെ അവർക്കൊക്കെ പണി കിട്ടും. പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ വന്നാൽ തുരുടെ നിറം മാറുന്നല്ലോ, സ്വഭാവം മാറും ഉറപ്പായി. പക്ഷെ അതിന് വിധേയപ്പെട്ടാൽ മാത്രമേ തുടർന്ന് അംഗീകരിക്കപ്പെടുന്നുള്ളൂ. ഒരു അഭിഷേകം പ്രാപിച്ചിട്ട് അനിവാര്യം പറഞ്ഞതുകൊണ്ട് ആത്മാവിന് വിധേയപ്പെട്ടില്ലെങ്കിൽ ദൈവനാമത്തിന് അപമാനമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ എല്ലാം അന്യഭാഷയൊന്നുമല്ല. ഒരാൾ അന്യഭാഷ പറഞ്ഞതുകൊണ്ട് ആത്മീയനാണെന്ന് പറയേണ്ടതില്ല. ഞാൻ 34 വർഷമായിട്ട് ഈ കാത്തിരിപ്പിയോ മേലെയുള്ളത്, കാത്തിരിപ്പിയോ മാത്രം. എനിക്ക് മനസ്സിലായത് ഒരാൾ അന്യഭാഷ പറഞ്ഞതുകൊണ്ട് ആത്മീയം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരു 4 വിധ രീതിയുണ്ട് അന്യഭാഷയ്ക്ക്. ഒറിജിനൽ അന്യഭാഷയുണ്ട്. അത് പ്രാപിക്കുന്നതിനാണെങ്കിൽ പരിശുദ്ധാത്മാവുടെ അന്യഭാഷയാണെങ്കിൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം ഉണ്ടായിരിക്കും. എങ്ങനെ അറിയാം? വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം. കോപിച്ചു തുടങ്ങി ഒരു സെക്കൻഡ് കൂടി കുറ്റബോധം ഉണ്ടാകും. അതാണ് പരിശുദ്ധാത്മാവ്. പോയി ക്ഷമ പറയും, ദൈവാത്മാവാണെങ്കിൽ. മറ്റൊന്നും അന്യഭാഷ പറഞ്ഞ ശബ്ദം ഉണ്ടാകുന്നു, ഒരു അനുതാപം പോലും ഏറ്റുകൊടുത്തില്ലെങ്കിൽ അത് വേറെ സംഭവമാണ്. അതാണ് ഓർമ്മയിൽ കിടക്കുന്ന ആത്മാവ്. ഓർമ്മയിൽ കിടക്കുന്ന അന്യഭാഷ. സാന്നിധ്യം പോയി പിന്നെ വാഗോണ്ട് പറയും. അതാണ് ഓർമ്മയിൽ കിടക്കുന്ന അന്യഭാഷ. മൂന്നാമത്തതാണ് ദുരാത്മാവിന്റെ ശബ്ദങ്ങൾ. ദുരാത്മാക്കൾ ശബ്ദങ്ങൾ ഉണ്ടാകും. അടിപിടി കേസെല്ലാം ഉണ്ട്. 4ാമത്തതാണ് വിളിച്ചുകൂന്നതിന്റെ ആത്മാവ്. ശരിക്കും പരിശുദ്ധ റൂഹായിലൂടെ ഉണ്ടാണെങ്കിൽ ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം. ഇത് ആത്മാവിൽ വളരെ ഫലം ഉണ്ടാകണം. ഫലം മാത്രം പോലെ വസിക്കണം. എന്താ പറയുക? എന്നിൽ വസിപ്പി എന്നാൽ നിങ്ങൾക്ക് ഇച്ചിരി ഫലമല്ല, വളരെ ഫലം ഉണ്ടാകണം. അഭിഷേകം നിങ്ങൾ വന്നാൽ മാത്രമേ ഈ ഫലം ശരിക്കും ഓപ്പണാകുന്നു. തന്റെ മഹത്വത്താൽ വീര്യത്താലും വിളിച്ചവന്റെ പരിചരണം, അവന്റെ ഔന്നത്യത്താൽ, ദൈവത്തിന്റെ ശ്രേഷ്ഠതയാൽ എന്നെ നിങ്ങളെ വിളിച്ചതിനായി ശോഭന പറയുക. നമ്മൾ വായിച്ചെന്താണ്? തല മഹത്താൽ വീര്യത്താലും വിളിച്ചവന്റെ പരിജ്ഞാനം. വിളിച്ചവന്റെ ഈ വിളിച്ച പരിജ്ഞാനത്തിലാണ് നിങ്ങൾക്കെല്ലാം വിളിയുള്ളവരാണ്. എല്ലാവരും എത്രയാണ്? പരമവിളിയാണ്, നിത്യതയുടെ വിളിയാണ്. അപ്പൊ ഈ ഭൂമിയുള്ള ചെറിയ ജീവിതത്തിൽ വ്യത്യസ്ത തുറകളിൽ നിങ്ങളെ ഉപയോഗിക്കും.
സ്തോത്രം. ആ വിളി എന്താണ്? ഉറപ്പിച്ചോണം. ആ വിളിക്കകത്ത് ആ ശ്രേഷ്ഠ പരിജ്ഞാനത്തിൽ കരുതിയിട്ടുണ്ട്. ദൈവം കരുതിയിട്ടുണ്ട്. സർവജ്ഞാനിയാണ് ദൈവം. ഈ രാജ്യത്ത് ദൈവം നിർത്താൻ തീരുമാനിച്ച് നിർത്തിയിരിക്കും. മനസ്സിലായോ? ആരുടെ ജോലി പോയി, അവിടെ ജോലി പോയോ, ജോലി പോയേ എന്റെ നീ പോയിരിക്കും. എന്താണോ നീ ഭയപ്പെടുന്നത് ഭവിക്കും. എന്നെ വിളിച്ചിരിക്കുക. താങ്കളെ നിർത്താൻ ദൈവീകമാണോ? നിർത്തിയിരിക്കും. കൊണ്ട് ഞാൻ ആഗ്രഹിക്കും. എന്നെ വിളിച്ചിരിക്കുക ദൈവം. പോയേ ഉറപ്പായി പോയിരിക്കും. കണ്ണോടി കാണിക്കട്ടെ. വിളിച്ചറിയാൻ വിശ്വസനാണ്. നിന്റെ കുഞ്ഞുങ്ങളെ, നിന്റെ തലമുറയെ, പ്രിയപ്പെട്ടവരെ സൂക്ഷിപ്പാൻ ദൈവം വിശ്വസനാണ്. ദൈവം കരുതി വെച്ചിട്ടുണ്ടെന്ന്. അബ്രഹാമിനെ ദൈവം വിളിച്ചു. 25 വർഷമാണ് യാഗം നടത്തിക്കൊണ്ട് പോയത്. ഏകദേശം 100-ാമത്തെ വയസ്സിൽ വാക്യം നിവർത്തിച്ചു. മോര്യാമല കയറാൻ പ്രായമായപ്പോ അതുപോലെ എഴുന്നേറ്റ് കീറിയ വിറവുമായി പോയി. ഈ സഭായത്തിലൊക്കെ വരുമ്പോഴേ ഒന്ന് കീറി അടിക്ക് വരണം. തലക്കരൊക്കെ ഒതുക്കി ഭാര്യയോട് ക്ഷമ പറഞ്ഞ്, ഭർത്താവിനോട് ക്ഷമ പറഞ്ഞ്, ശുദ്ധീകരണം പ്രാപിച്ച് വന്ന തീ കത്തും. വിളിയുണ്ട്. എന്തുവാ യാവർത്തിക്കാൻ മുന്നോട്ട് പോവാ. ആ പയ്യൻ ചോദിച്ചു, അപ്പാ വിറവുണ്ട്, തീയുണ്ട്, യാഗത്തിനുള്ള മൃഗം. പയ്യൻ അറിയാൻ കൊട്ടാരം പാടാൻ നടന്നാൽ മാത്രം പോരാ കേട്ടോ. പച്ചമേ ഹലോ, ഇതിനകത്ത് എന്തെല്ലാമാണെന്ന് പഠിക്കണം. സ്വന്തം. അപ്പൊ പറഞ്ഞു യഹോവ ഇതേ, യഹോവ കരുതിക്കൊള്ളു. ഉറക്കെ പറ, യഹോവ ഇതേ. ഉറക്കെ പറ, ഉറക്കെ പറ. നിങ്ങളെ കരുതും ദൈവമാണ്. നിങ്ങളെ വിളിച്ച വിളിയാണ്. ആ വിളിക്കാത്തെല്ലാം ഉണ്ട്. നിങ്ങളെ ഇത് ഭാരപ്പെടണ്ട. വിളിച്ചതിനകത്ത് ദൈവം എന്നെ കരുതി വെച്ചിട്ടുണ്ട്. കരുതി വെച്ചിട്ടുണ്ട്. നീ സങ്കടപ്പെട്ടിരിക്കണ്ട, നീ പേടിച്ചിരിക്കണ്ട, നീ ലജ്ജിച്ചു പോകത്തില്ല, നീ ഭയപ്പെടാൻ പാടില്ല. 360 ദിവസവും ദൈവം പറയാൻ ഭയപ്പെടേണ്ട. ഭയപ്പെടുന്നത് വരുന്നനുസരിച്ച് കാണാം. നിന്റെ അപ്പൻ സ്വർഗ്ഗത്തിൽ ദൈവമേ. നമ്മളെ ഇടയ്ക്കിടയ്ക്കൊക്കെ കൂടരയ്ക്കുന്ന പറക്കോടിപ്പിക്കാനാ. ഇവിടെ ഒന്നും ശാശ്വതമല്ല. ശാശ്വതമായ എന്റെ മഹത്വത്താലും വീര്യത്താലും വിളിച്ചവന്റെ പരിജ്ഞാനം. പറഞ്ഞാട്ടെ, പരിജ്ഞാനം എന്ന് പറയുമ്പോൾ രക്ഷാപരിജ്ഞാനം. പറഞ്ഞാട്ടെ, ക്രൂശിൽ നമുക്ക് ചൊല്ലിയ പരിജ്ഞാനം. കർത്താവായ യേശുക്രിസ്തു സ്വർഗ്ഗമഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് വന്ന് ക്രൂശിൽ നമുക്ക് വേണ്ടി വികൃതനായി. എന്തിനാ? നമ്മുടെ വികൃതമായ സ്വഭാവത്തെ, എന്നെ നിങ്ങൾക്ക് വികൃതമായ സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. ആ വികൃത സ്വഭാവത്തെ, പ്രാകൃത സ്വഭാവത്തെ ആത്മീയ സൗന്ദര്യമാക്കാൻ യേശു ക്രൂശിൽ രക്തം ചൊരിഞ്ഞു. ക്രൂശിൽ വെച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യാഗമായി പാപത്തിന്മേലും ശാപത്തിന്മേലും സാത്താന്റെമേലും മരണത്തിന്മേലും യേശു ജയിച്ചു. യേശു ജയിച്ചെന്ന് പറ. 3 ദിവസം കഴിഞ്ഞാൽ യേശു ജയിച്ചത്. ക്രൂശിൽ വെച്ച് തന്നെ നമുക്ക് വിരോധവും പ്രതികൂലമായി കഴിഞ്ഞത് തുടച്ചു. ഉയർന്നതിന്റെ 3-ാം ദിവസം പക്ഷെ ക്രൂശിൽ വെച്ച് തന്നെ ജയിച്ചു. മരണത്തിന്റെ അധികാരിയായ സാത്താനെ പരാജയപ്പെടുത്തി നമുക്ക് അവകാശം തന്നതിനായി സ്വപ്നം പറയുക. ഒന്നിനെ ഭയപ്പെട്ട ആവശ്യമില്ല. നിത്യതയിൽ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവം നടത്തും. ദൈവം നടത്തും പറഞ്ഞാൽ ദൈവം നടത്തും. ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. പറയല്ല, ദൈവം നടത്തുന്നേ. ഒന്ന് ഭാരപ്പെട്ടിരിക്കണ്ട. അപ്പോൾ ഈ പരിജ്ഞാനം എന്ന് പറയുമ്പോൾ ഈ സഭയിൽ പരിചാരകരുണ്ടാകാം, കുടുംബജീവിതത്തിലുണ്ടാകാം, പ്രസ്ഥാനത്തിലുണ്ടാകാം, സമൂഹത്തിലുണ്ടാകാം. നമ്മുടെ ആ വിഷയം ഉണ്ടാകുമ്പോൾ കലക്കി മറിക്കുന്ന നല്ല പരിജ്ഞാനം, അതിനെ ശാന്തമാക്കുന്ന പരിജ്ഞാനം.
എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നതല്ല പരിജ്ഞാനം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന് പുത്രന്മാർന്ന് വിളിക്കപ്പെടും. എവിടെങ്കിലും വിഷയം ഉണ്ടായാൽ മതി, അത് കണക്കാധിക്കുന്ന ആളുകളുണ്ട്. പിന്നെ മോൾപൊടിയായി, സോഷ്യൽ മീഡിയയായി വീർപ്പിക്കാൻ എല്ലാവർക്കും അറിയാം, പരിഹരിക്കാൻ അറിയത്തില്ല. മുറിച്ചുവിടാൻ എല്ലാവർക്കും അറിയാം, മുറിവ് കെട്ടാൻ അറിയത്തില്ല. അല്ല, മനസ്സിലായി? അതല്ല പരിജ്ഞാനം. നിന്റെ ചെറിയ ജീവിതം കൊണ്ട് വലിയ പ്രസംഗം നടത്തിയില്ലെങ്കിലും നിന്റെ ഒരു വാക്ക് മതി മുറിവ് കെട്ടാൻ. കുടുംബജീവിതത്തിലുള്ള ആവശ്യം കൈ ലോകമല്ലേ, നമ്മുടെ പുണ്യമാണെന്നല്ലല്ലോ. വാക്ക് പറഞ്ഞേക്കാം, ക്ഷമിക്കണം, ക്ഷമ പറയണം, വിഷയം വീർപ്പിക്കരുത്, സമാധാനം ഉണ്ടാകണം, സ്നേഹിച്ചേ പറ്റുന്നുള്ളൂ, കറക്കരുത്. പരിജ്ഞാനം പറയണം. സ്തോത്രം. ഞാൻ ദൈവം പഠിക്കുന്ന കാലത്ത് നമ്മുടെ പഴയൊരു പാസ്റ്ററാണ് MB വർഗീസ്. 100 വയസ്സ് കഴിഞ്ഞപ്പോൾ ദിവസം ചേർപ്പെട്ടു. ദൈവം പഠിപ്പിക്കാൻ തമാശയുടെ ഒരു സംഭവം പറയുക. അന്നത്തെ കാലത്ത് പട്ടിണിയുടെ കാലഘട്ടമല്ലേ. 10-70 വർഷം 60 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ഒരു വീട്ടിൽ 8 പിള്ളേർ, 10 പിള്ളേർ, 16 പിള്ളേരുടെ കാലമാണ്. എൻ്റെ ഒരു സ്നേഹിതന് വേണ്ടി 18 പിള്ളേരുണ്ട്. ഇതൊന്നിനെ ചുമക്കാൻ എന്നാ പാടാ. ചിലപ്പോൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് 2 പിള്ളേരുണ്ട്. ഞാൻ കുറെ കഴിഞ്ഞ് ഒരു 5 കിട്ടിയില്ല. തലമുറ കേട്ടോ, ശരി ഓർത്തോണം, സ്വതന്ത്രം പറയണം. തലമുറയ്ക്ക് വേണ്ടി ഇനി പ്രാർത്ഥിക്കണം. കിട്ടാത്തൊരു സാധ്യതയുള്ളവർക്ക് പ്രാർത്ഥിക്കണം. സ്വതന്ത്രം. അപ്പോഴേ വെള്ളപ്പൊക്കം മേൽപ്പാടത്തിൽ അധികം സമാധാനം ഇരിക്കുന്ന കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി. എല്ലാ വർഷവും ഉണ്ടാകും. അപ്പൊ അന്നത്തെ ദേവദാസന്മാര് ഒരു വീട്ടിൽ ചെന്നാൽ പണ്ട് കാലങ്ങളില് വലിയ സർക്കാർ അല്ലെ ഒരു കോഴിമുട്ടയുണ്ട്, ഒരു കട്ട കവിയിലെ പണ്ട് കാലങ്ങളിൽ. ഇന്ന് ദേവദാസന്മാർ വന്ന് എന്തിനു വന്ന ഭൂതം വരുന്നോരാ ഞങ്ങളുടെയൊക്കെ കയ്യിൽ പോകണ്ട. പണ്ടങ്ങൾ ദേവദാസന്മാർ ഭക്തന്മാരായിരുന്നു. അവർക്ക് കാല് വെച്ചാൽ വിടുതലായിരുന്നു പാടില്ല. അപ്പൊ അന്ന് അല്പം വെള്ളം കുറഞ്ഞ് പറ്റി ചൂട്ടുവെള്ളത്തിൽ പോവാ. ഉച്ചയിൽ ഒരു വീട്ടിൽ പോകണം, വെള്ളം വെക്കല. 6 പിള്ളേർ വീട്ടിലുണ്ട്. പട്ടിണിയോടെ പട്ടിണിയാണ്. ഓരോ കാഴ്ച വള്ളത്തിൽ വരുന്ന പാസുമാൻ്റെയും കൂടെ അമ്മാവ് ചെല്ലും, അച്ഛാ പാസ് എന്തോ കൊടുക്കും, എന്തോ കൊടുക്കാൻ കട്ടക്കാപ്പി കൊടുക്കുക. പിള്ളേർ പട്ടിണിയാണ്. അപ്പോൾ പാസ് വിളിച്ചിരുത്തി കട്ടക്കാപ്പിട്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മാവെ ദൈവാത്മ ഓർപ്പിച്ചു. 1 മാസത്തിന് മുമ്പ് കുറെ അരിയുണ്ട ഉണ്ടാക്കി പിള്ളേർക്ക് അച്ചാരെല്ലാം കൊടുത്തു. ഒരു 6 അരിയുണ്ട ഡെപ്പാക്കി എന്നിട്ട് 10,000 ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അച്ചാരും അറിയത്തില്ല, പിള്ളേർക്ക് അറിയത്തില്ല. കട്ടക്കാപ്പിട്ടുണ്ടെങ്കിൽ ദൈവാത്മ ഓർപ്പിച്ചു. അരിയുണ്ടാണ് കാര്യം. അമ്മാമ്മ ഉറക്കൊരു സ്വോത്രം പറഞ്ഞു. അച്ഛനോട് എന്തൊക്കെ സ്വോത്രം? അതേ ചായ ഞാൻ പാലപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഭാഷ എടുത്ത് കൊടുക്കുക. അരിയുണ്ടയോടെ എവിടെ ഇരിക്കുക? അത് ഇന്ന സ്ഥലത്തിരിപ്പുണ്ട്. ചാരോടി അരിയുണ്ട എടുത്തോണ്ട് വന്നു, കട്ടൻ കാപ്പി ഇട്ടു, പ്ലേറ്റിൻ്റെ അകത്ത് വെച്ചു. പിള്ളേരെ നോക്കി നിൽക്കുക. പക്ഷേ കട്ടൻ കാപ്പി മാത്രമാണെങ്കിൽ സ്വോത്രം കുടിച്ചേരെ. ഈ അരിയുണ്ട ഉള്ളത് കൊണ്ട് കൈകൂട്ടി പ്രാർത്ഥിച്ചു. കർത്താവ് ദാനത്തിലെ നമുക്കായി സ്വപ്നം നമുക്ക് അനുഗ്രഹിക്കണം. യേശു നാമം പറഞ്ഞു. കൈകുതെറ്റിയപ്പോ അരിയുണ്ട കാണാനേ. ചില പിള്ളേർക്ക് എത്ര വാരി കൊടുത്താലും കഴിക്കുന്നു. 2 പേര് വീട്ടോട്ട് വന്നാലേ കഴിക്കുന്നു. നമ്മുടെ പിള്ളേർക്കെല്ലാം കൊടുത്ത പരിഹാരത്തിനായി സ്വപ്നം പറയുന്നു. വിവാഹം കഴിയുമ്പോ ഇപ്പോഴത്തെ തള്ളിയില്ലെന്ന് തോന്നി. പള്ളിയെല്ലാം തള്ള 10 പേര് കൂടിയിരിക്കുമ്പോൾ ഫുഡ് കഴിക്കുന്നതിന് പരിചയമുണ്ട് അല്ലേ? നടക്കുന്നതിന് പരിചയം, ഇരിക്കുന്നതിന് പരിചയം, നിൽക്കുന്നതിന് പരിചയം. ഒരു വാക്ക് മതി പൊളിക്കാൻ, ഒരു വാക്ക് മതി പൊളിയാൻ. നിങ്ങളെല്ലാവരും പരിചയം, എനിക്ക് മനസ്സിലായെല്ലാം പരിചയമുള്ളവരാണ്. പരിചയത്തിനായി സ്വോത്രം പറയുക. സ്വോത്രം. 1000 രൂപ കിട്ടി അടിച്ചോട് ജീവിക്കും. ഒരു പരിജ്ഞാനമില്ല. അപ്പുറം അടുത്ത വായിച്ചാട്ടെ തന്റെ ജ്ഞാനത്താൽ അടുത്ത വായിച്ചാട്ടെ ദിവ്യശക്തി, ഡിവൈൻ പവർ
വലിയ ദൂതാണ്. ദിവ്യശക്തി പറഞ്ഞേ, ഉറക്കെ പറ. ദൈവസഭയ്ക്കകത്ത് ദിവ്യശക്തി എപ്പോഴും ഉണ്ടാകണം. നിങ്ങളകത്തെല്ലാം ദിവ്യശക്തിയുണ്ട്. യഥാർത്ഥമായി മാനസാന്തരത്തിൽ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾ യേശുവിന്റെ ജീവനുണ്ട്. അതുകൊണ്ട് യേശുവിന്റെ ഇതിന് ആ ജീവൻ കൊണ്ടിരിക്കുക മാത്രമല്ല, അത് കർത്താവിന്റെ വചനം വിശ്വസിക്കണം. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ ഒഴുകും. അത് അച്ചായന്മാരെ കൊണ്ട് പഠിപ്പിക്കുന്നില്ല. സ്റ്റാൻഡ് ഭാഷ പാടിപ്പിച്ചില്ലെങ്കിൽ ചർച്ച കൊണ്ട് പുറത്താക്കുന്നത്. കാര്യം ഈ സഭ വിശ്വസിക്കുന്ന ഈ അമ്പലത്തിനകത്ത് എപ്പോഴും നടുക്കിൽ ക്രൂശ് ഓരോ രാജ്യത്ത് ഓരോ ഇത് തന്നെ അമ്പളം, ഇത് തന്നെയാണ്. പക്ഷെ ഈ ക്രൂശുണ്ട്, ഈ സാധനമുണ്ട്. ഇങ്ങനെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പടം കാണും, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് അങ്ങനെ ആയിരിക്കും. ഈ സാധനം ഞാനൊരു ഭാഷ കൊണ്ട് കാണിച്ചു, ഇതെന്തോട് ഇതെന്ന് ചോദിച്ചു. ഇങ്ങനെ വളർന്നിരിക്കും. അതേപോലെ പാമ്പായിരിക്കും. ഞാൻ പറഞ്ഞു നിന്നെ മുടക്കിക്കൊണ്ടു. ഭാഷ ഇപ്പൊ ഇങ്ങനെ വിശ്വാസമില്ല. പരിശുദ്ധാത്മാവിൽ വിശ്വാസമില്ല. ഞാൻ പാമ്പനുള്ള അഭിഷേകം പരിശുദ്ധാത്മാവിന് പെന്തക്കോസ്താണ് കത്തിനെ കാണിച്ചിരിക്കുകയാണ്. ഇത് അസുസാസ്യം തുടങ്ങിയതാ. അത് ചുമ്മാ ഇന്നൊന്നും തന്നെ തുടങ്ങിയല്ല. അപ്പൊ അതേ അന്യഭാഷാത്ര വിശ്വാസമൊന്നുമല്ല. ഇങ്ങനെയുള്ള ആളുകൾ പലതും പഠിപ്പിക്കും. അത് മനസ്സിൽ ഇരിക്കരുത്. ഞാനാണെങ്കിൽ മലകൾക്ക് ഒരിക്കൽ 9 വർഷം മധുവായി തൂക്കിട്ട് വീശിയോ. 9 വർഷം നിങ്ങൾ കണ്ടിട്ടായിരിക്കും. മധുവ പള്ളിക്കകത്ത് യാക്കോബായിലൊക്കെ മധുവ കണ്ടിട്ടായിരിക്കും തൂക്കി വീശി. അപ്പൊ ഞങ്ങളുടെ കുർബാനയ്ക്ക് മുമ്പ് ഞാൻ കളിയാക്കി പറയല്ലോ, യാഥാർത്ഥ്യം പറയുക. പ്രിയച്ചന്മാരിൽ നിന്നും ബഹുമാനമുണ്ട് പലരോടും, ഞങ്ങളുടെ സ്നേഹിതന്മാരുണ്ട് അച്ഛന്മാർ. കുർബാനയ്ക്ക് മുമ്പ് കാസർഗോഡ് ഭൂമാനി പൊക്കും പരിശുദ്ധരോ. കുറെ മണിയടിക്കലുകൾ ലൈറ്റ് മിന്നല് മധുവായിക്കകത്ത് പുക. 9 വർഷം അവരും പോകുന്നു, ഞാനും പോകുന്നു. അപ്പൊ ഞങ്ങളുടെ കുർബാനയ്ക്ക് മുമ്പ് അച്ഛനെ അർപ്പിക്കുമ്പോ ജനമെല്ലാം ഭക്തിയോടെ കണ്ടോ പ്രിയലായില്ലേ കണ്ടില്ല കണ്ടില്ല. അപ്പൊ ഇങ്ങനെ അർപ്പിച്ചിട്ട് വരും. ജനമെല്ലാം ഭക്തിയോടെ നിൽക്കുക. അപ്പൊ ഞങ്ങളൊക്കെ അത് വിചാരിക്കുക വെച്ചായ എന്തോ ആ തുണി കൂടെ അറിയുന്നതാണ്. പെന്തക്കോസ്തി വന്നപ്പോഴാണ് മനസ്സിലായത് തുണി കൂടെ അല്ല ഹൃദയം നനയുന്ന അവസ്ഥ. അച്ഛൻ കാണിക്കുന്ന അടയാളം അറിയാമോ? അച്ഛൻ കാണിക്കുന്ന ഈ അർപ്പിക്കുന്ന തുണിയിട്ടാലേ അടയാളം യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമായി ഊശിൽ രക്തം ചൊരിഞ്ഞു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തുന്നേറ്റു. പെന്തക്കോസ്താൻ വന്നപ്പോൾ 120 പേർ ആത്മാവിനെ പകർന്നു. അവർ ചലിച്ചവരായി തീർന്നതായി കാണുന്നു. ഹോളി സ്പിരിറ്റ് പവർ നിങ്ങൾ വന്നാൽ നിങ്ങൾ ചലിച്ചിരിക്കും. അല്ല ചെവി വന്ന് പറയാറിയില്ല, തലപ്പിൽ കുടിക്കൊടിക്കുന്നൊന്നുമല്ല. സ്വപ്നം ചെറിയൊന്നും അവരെ പ്രാപിച്ചില്ല. ആത്മാവിന്റെ പകർച്ച. ഞാൻ വല്ല വിശുദ്ധാത്മാവിനെ നൽകുന്നത് ഏജന്റ് ഞാനായിരുന്നെങ്കിൽ കണക്കിന് ആത്മാവിനെ കൊണ്ട് പമ്പ് ചെയ്തേ. പക്ഷെ കർത്താവ് അത് പറഞ്ഞതുകൊണ്ട് മനസ്സ് കുടിക്കണം, ദാഹിക്കണം, കൊതിക്കണം. പറഞ്ഞു മക്കളെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം കേട്ടോ, പ്രാർത്ഥിക്കണം, കൂടിയിരിക്കണം എന്നറിയും. സ്വപ്നം 3 വിധത്തിലാണ് ഈ ആത്മസാധ്യം പകരുന്നത്. ഒന്ന്, നിങ്ങൾ ആരെങ്കിലും വളരെ സംസാരിച്ചാൽ ഈ ദാഹമുള്ളവർ പകരും. മറ്റൊന്ന്, ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചാൽ ദൈവം നിറയ്ക്കും. 3, നിയോട് പ്രാർത്ഥിച്ചാൽ ദൈവം നിറയ്ക്കും. ഈ മാനസാന്തരപ്പെടണം. യേശുവിന്റെ നാമത്തിൽ നിത്യനിധി കാണത്തില്ല. നിൽക്കുന്നവൻ വീരാകണം. ഇപ്പൊ ദൈവമില്ലെന്ന് പറഞ്ഞിരിക്കുക മനുഷ്യൻ. കൃപയിൽ നിൽക്കട്ടെ, വചനത്തിൽ വളരട്ടെ, വിശുദ്ധി ജീവിക്കട്ടെ, പ്രത്യാശ നിൽക്കട്ടെ. ഇതിനകത്ത് തോറ്റവരെയും വീണവരെയും കണ്ടാൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. കർത്താവിനെ അനുഭവിച്ചവർക്ക് നിൽക്കാൻ പറ്റുന്നത്. അല്ല വെള്ളക്കുപ്പായിട്ടുള്ളത് ഭാഷാകത്തില്ല, ബൈബിളിലുള്ള ഭാഷാകത്തില്ല. ചതിക്കപ്പെടാതിരിപ്പാൻ ഒരു വിശുദ്ധി ഉണ്ടാകണേ. സ്വപ്നം പറയുകയാണ് ദൈവത്തിന്റെ മഹത്വം.
ഉന്നത വിളി, ഡിവൈൻ പവർ, ആത്മശക്തി, പരിശുദ്ധാത്മാവിന്റെ പവർ നിങ്ങൾ വന്നാലുണ്ടല്ലോ, നിങ്ങൾ അനുഭവിക്കണം. ഇത് ശരിയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ പരിശുദ്ധാത്മാവ് സത്യമാണെങ്കിൽ എനിക്ക് കേട്ടോ. അങ്ങനെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ ഉറപ്പായി നമുക്ക് വെളിപ്പെടാൻ പോവുകയാണ്. പത്രോസ് യേശുവിനെ 3 വട്ടം തള്ളി പറഞ്ഞു. ഒരു സാധാരണ സ്ത്രീയുടെ മുമ്പിൽ വെച്ച് എനിക്ക് അങ്ങനെ അറിയത്തില്ല. രാഗി അനച്ച് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നു. 120 പ്രാർത്ഥനയുണ്ട്. 10 ദിവസം പ്രാർത്ഥനയുണ്ട്, കരഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ ചരിത്രം പറയുമ്പോൾ തലയിലായി ക്രൂശിക്കുന്ന നിമിഷം വരെ പത്രോസിനെ കരഞ്ഞ് 2 നിർക്ഷാരം ഉണ്ടായിരുന്നു. പിന്മാറ്റക്കാരെ ദൈവം ചേർത്ത് പിടിക്കും. ഒറ്റക്കാരി മടങ്ങി വരണം. ദൈവം ക്ഷമിക്കും. ദൈവം ഇനി പാപം ചെയ്യരുത്. ആത്മശക്തി പ്രാപിച്ചു വരുമ്പോൾ 1-ാമത്തെ പ്രഭാഷകനായി മാറിയോ? ആള് മാറി. സഹോദരന്മാരെ ഈ ആത്മസാധനം കൊതിക്കണം. ആള് മാറും. സ്വതന്ത്രം ഈ സഹോദരന്മാരെ വർഷിപ്പ് ചെയ്തു. അത് വ്യവസായത്തെ അനുഭവിച്ചോണ്ട സ്വതന്ത്രം ഇത് കൊതിക്കണം. എന്നോ ഒരു വാക്ക് കിട്ടി പോരാ. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല നാട് കൊടുക്കാൻ കഴിയുന്നെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്രയധികം ഒരിക്കൽ ആത്മസ്ഥാനം പ്രാപിച്ചു പോരാ, പിന്നെ നിറവുണ്ട്. എന്തുകൊണ്ട് ഇതൊന്നും പലപ്പോഴും പഠിപ്പിച്ചിട്ടില്ല. പറഞ്ഞു ചില ദിലീയന്മാർക്ക് വചനം ഒത്തിരി ഇഷ്ടമാണ്. അവർക്ക് ഇങ്ങനെ കൈ കെട്ടിന്ന് കേൾക്കണം. എനിക്ക് ഞാൻ ഉൾപ്പെട്ടത് ഈ പ്രസ്ഥാനത്തിൽ വലിയൊരു സഭ മൂപ്പര് അന്യഭാഷ ഇഷ്ടമല്ല. പാസ്റ്റർ എംബിഎച്ചുകാരല്ല, ഭാര്യ എംബസിക്കാരി. നമ്മൾ സാരി പാസ്റ്റർ നല്ല വളരെ ശുശ്രൂഷ, ബൈബിൾ ക്ലാസ്, ഇടയ്ക്കൊക്കെ അന്യഭാഷ പറയും. വർഷിപ്പ് കണക്ക് മുമ്പ് പറയുന്ന പട്ടത്തില്ല. ഇത് പട്ടണത്തിലെ സമയം വേണ്ട. ഞാൻ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ഒക്കെ ഉണ്ട്. പാസ്റ്റർ ദൈവത്തിന് നിറച്ച ഞാൻ പറയും അച്ചായമാണുണ്ടാക്കി പറയും. പാസ്റ്റർ വേണ്ടിയില്ല. എല്ലാ സഭായും കഴിയുന്നു അച്ചായൻ സഭാ കൊണ്ട് കാണിക്കുന്ന പിള്ളേരെ കൂടി നമ്മുടെ പാസ്റ്റർ ചാടിയത് കണ്ടോ? തവളയാണെന്നുള്ള ചാടിയ തവളയാണെന്നുള്ള അച്ഛൻ ചാടി കാണിച്ചു. വെക്കണോ? വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ട പരിശുദ്ധാനം ദുഃഖിപ്പിക്കരുത്. പാസ്റ്റർ 4 വർഷത്തിൽ സ്ഥലം മാറിപ്പോയി. പക്ഷെ പണി കിട്ടി എന്നറിയാമോ? അച്ഛൻ്റെ 2ാമത്തെ മകൾക്ക് ഒരു ആൺകുഞ്ഞിനെ ദൈവം കൊടുത്തു. നീണ്ട തല, വലിയ 2 കണ്ണ്, വയറ് വലുത്, 2 ചെറിയ കൈ, വലിയ 2 കാല്, ഒരു തവളയുടെ ഷേപ്പ്, വയറ് വലുത. ഇന്ന് 18 വർഷം കഴിഞ്ഞു. ഒരു ബെഡ്റൂമിൽ കിടന്ന് ചാടുക. കേരളത്തിൽ ഇന്ത്യയിൽ പല പ്രൈവറ്റ് ടീച്ചേഴ്സ് ഉണ്ട്, നല്ല ടീച്ചർമാരുണ്ട്. പക്ഷെ ദുരുപദേശം പഠിപ്പിക്കുന്ന പ്രൈവറ്റ് ടീച്ചർമാരുണ്ട്. നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ഒരുത്തരെങ്കിലും പറയോ നിങ്ങൾ വിശുദ്ധാത്മാവിനെ പ്രാപിക്കണോ? വിശുദ്ധി 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 വേറെ തരത്തിലേക്ക് കൊണ്ട് കെട്ടുക. പഠിപ്പിക്കുമ്പോൾ 2 വർഷം പഠിപ്പിക്കണം. വരവും ഫലവും പറഞ്ഞേ, വചനവും ആത്മാവും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം താങ്കൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പെന്തക്കോസ്തിന്റെ പാസ്റ്റർ അല്ല. സ്തോത്രം. ദിവ്യ ശക്തി നിങ്ങളെ വഴി വ്യാപരിച്ചാൽ വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്ന ദിവ്യ ശക്തി ജീവൻ നമ്മുടെ ജീവനും പറ്റി ജീവൻ നിലനിർത്താൻ വേണ്ടി തന്ന എല്ലാ ദാനത്തിനായ സ്തോത്രം പറയണം. ഒരു ഗ്ലാസ് വെള്ളം തന്നതിനാ സ്തോത്രം പറയണം. നല്ല വെള്ളമല്ലേ? എത്ര മനുഷ്യർക്ക് ഒരു നേരം വെള്ളമില്ലാതിരിക്കുമ്പോ, കോടിക്കണക്കിന് മനുഷ്യർക്ക് ഒരു നേരം ആഹാരമില്ലാതിരിക്കുമ്പോ 2 നേരം കിട്ടിയതിനായി സ്തോത്രം പറയണം. അത് മാറി കൊടുക്കാനേ കോടിക്കണക്കിന് മനുഷ്യർക്ക് വസ്ത്രമില്ലാതിരിക്കുമ്പോ 2-3 കിട്ടിയെങ്കിൽ സ്തോത്രം പറയാമോ?
ജീവൻ നിലനിർത്താൻ വേണ്ടി നല്ല ധാരങ്ങൾക്കായി ശോഭനം, നല്ല ഓക്സിജനായി ശോഭനം, ദൈവത്തെ ശോഭനം. ജീവനും ഭക്തിക്കും. ഭക്തി എന്ന് പറയുമ്പോൾ ഞങ്ങളെ പോലെ വെള്ളപ്പെടുന്നത് മാത്രമല്ല ഭക്തി, കൃതജ്ഞതയോടുള്ള ഭക്തി, ഹൃദയത്തിന്റെ അകത്തുള്ള ഭക്തി. ഞാൻ നിന്നുള്ള ഭക്തിയോടെ ദൈവാലയത്തിൽ ചെല്ലും. രാവിലെ കൃതജ്ഞതയോടെ വന്നവർക്കായി സ്വന്തം പറയുക. ഭക്തിക്ക് 3 അടയാളമുണ്ട്: ധനം, മാനം, ജീവൻ. പറഞ്ഞാട്ട് റിയാൽ പറഞ്ഞത് കുഴപ്പമില്ല. പറഞ്ഞാട്ട് റിയാല്, മാനം, ജീവൻ, ഭക്തി. ശരിക്കും ഭക്തനാണെങ്കിൽ എല്ലാം ദൈവം തരും. മനസ്സിലായോ? ധനം ഉണ്ടാകും, മാനം ഉണ്ടാകും, ജീവൻ ഉണ്ടാകും. 10 നമുക്ക് കൈനീട്ടിരിക്കുന്ന മാർഗമില്ല. ഇതിനെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഐശ്വര്യമായി അനുഗ്രഹിക്കണം. അയ്യോ കച്ചത കച്ചത കച്ചത. എന്റെ പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും എന്താണ് നീ രക്ഷിക്കപ്പെടുന്നത് പോലെ നിന്റെ ഭൗതിക മേഖലയും സുരക്ഷിതമായിരിക്കട്ടെ. ആരോഗ്യം, നിന്റെ ബലത്തോടിരിക്കണം. അല്ലെ എന്ന് ദാരിദ്ര്യം അങ്ങനെയാണെങ്കിൽ എന്നെ പരാജയപ്പെട്ടു വരണം. ഈ ദൈവത്തിന്റെ ജീവനില്ലേ, പ്രവർത്തിക്കുന്നില്ലേ? ഉറപ്പായി സഹോദര, നേരെ യോഗ്യതയെ ശ്രമിച്ചാൽ നിന്റെ നിലവാരം മാറിയിരിക്കും. എന്താണ് വർഗീയവാദികൾക്ക് ഈ പ്രശ്നം? ട്രൈബൽസിൽ മറ്റു ഭാഗങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടു വരുന്നു. അവരുടെ കഞ്ചാവ് നിർത്തുന്നു, മദ്യപാനം നിർത്തുന്നു, മരം ജീവിക്കുമ്പോൾ അവൻ വീട് വെക്കുന്നു, അവൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു. ഈ പുരോഗതി ഇന്ത്യയിൽ ഉണ്ടായപ്പോൾ സുശീല വിരോധികൾക്ക് ഞങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ. മനസ്സിലായോ? ഒരു ക്രിസ്തുവിലായവൻ എന്നൊക്കെ ചേച്ചുണ്ടാകുന്നു. മദ്യപിക്കാൻ പോകുന്നില്ല, കഞ്ചാവ് അടിക്കാൻ പോകുന്നില്ല, മുറുകടപ്പിന് പോകുന്നില്ല, കാരണം അധ്വാനിക്കുന്ന പണം ഇവിടെ പോകുന്നില്ല, മാനവരിയെ ജീവിക്കും. എല്ലാം മനസ്സിലായോ? ദൈവത്തെ കൂടെ ചോദിച്ചാൽ അനുഗ്രഹിക്കും ദൈവം. ഭക്തിക്ക് മറ്റൊരു സൈഡുണ്ട്: അനാഥരെയും വിധവമാരെയും ചേർത്ത് പിടിക്കുക. അനാഥരെയും ചേർത്ത് പിടിക്കുക. ദശാംശം സ്വപ്രാജ്യം കൊടുക്കുക. പറഞ്ഞാണ് ശരിക്കും പറഞ്ഞാണ് ദശാംശം അല്ല, ശരി ഓഹരിയ. എന്താണ്? ചെറിയ വീട്ടിൽ 4 പേരുണ്ടല്ലേ? ചെറിയും ഭാര്യയും 2 കുഞ്ഞുങ്ങളും 4 പേര്. ഒരാളെ കൂടെ തരിക 5. യേശു എത്ര പേരായി? 5 പേര്. ഇദ്ദേഹത്തിന് ഡെയിലി 1000 രൂപ ഡെയിലി ഇന്ത്യൻ റുപ്പീസ് വരുമാനമുള്ള ഞാൻ ഉദാഹരണം പറയുക, ഭാവന പറയുക, പരിചയക്കാരനായതുകൊണ്ട്. അപ്പൊ എത്രയായിട്ട് ചിന്തിക്കണം? അതാ ഉദ്ദേശം. നമ്മളൊന്നും കൊടുക്കുന്നില്ല. കലാകാരത്തിൽ നമ്മൾ ഈ പ്രസ്ഥാന സഭയിൽ കൂടി പോകണമെങ്കിൽ ഇത് കൈകൊണ്ട് കൂടിയാൽ സ്വന്തം മാത്രമല്ല, ശുശ്രൂഷകൾക്ക് സപ്പോർട്ട് ഉണ്ടാകണം. ഹലോ, ഞാനാണെങ്കിൽ മത്തിക്കറി കൊടുത്ത് മട്ടൻ കറി പിടിച്ചാണ്. ഇപ്പൊ പറയാൻ സമയമില്ല. നീ കൊടുത്താൽ അനുഗ്രഹിക്കപ്പെടും. വെറുതെ പറയല്ല, അത് മനുഷ്യ നോക്കണം. ദൈവത്തിന്റെ നിലവാരമാക്കിയിരിക്കും. സ്വപ്നം സപ്പോർട്ട് ചെയ്താൽ നല്ല മനുഷ്യരാണ്. ചില ഓർപ്പിച്ചു കൊടുത്തുക. സ്വപ്നം ഈ വിളിക്കാത്തുള്ള സർവശക്തനായ ദൈവമാണ്. അബ്രഹാമിനെ അനുഗ്രഹിച്ചു ദൈവം ഇതിനെ അനുഗ്രഹിക്കും. അപ്പോസ്തലന്മാരുടെ മാർഗം തന്നെയാണത്. ഇതിനെ അനുഗ്രഹിക്കും. സ്വപ്നം അടുത്ത് പറയുമ്പോൾ എന്താണ് വായിച്ചാൽ? ഭക്തിയും അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തം എന്നൊക്കെ പറയാം. വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തം. അതുപോലെ പറയേണ്ട സമയമാണ് നിർത്തുക. വിലയേറിയ വാഗ്ദത്തം. ഒന്നാമത്തെ വാഗ്ദത്തമാണ് പരിശുദ്ധാത്മ എന്ന വാഗ്ദത്തം. രണ്ടാമത്തെ വാഗ്ദത്തം യേശു പോയതുപോലെ മടങ്ങി വരും. ദൈവസഭയ്ക്ക് 2 വാഗ്ദത്തമാണുള്ളത്. ഒന്നാമത്തെ വാഗ്ദത്തം പരിശുദ്ധ റൂഹ. യെശയ്യാ 59:21 വായിക്കുമ്പോൾ നിന്റെ മേലുള്ള എന്റെ ആത്മാവ് നിന്റെ വായത്തിന്റെ വചനം നിന്റെ സന്തതിയുടെ മേലും നിന്റെ സന്തതിയുടെ മേലും പകരും. ജോണച്ചായ നന്നായി അതേപോലെ മനുഷ്യനായാലും ഭയങ്കര ആവശ്യത്തിലാണെങ്കിൽ അച്ഛന് ഒരു ആന്റി ദിവസം ചേർക്കും അനുഗ്രഹിക്കുന്ന അമ്മയാണ്.
ഞാൻ വീട്ടിൽ താമസിച്ചില്ല. ഭയങ്കര അഭിഷേകമാണ്. ഇവിടെ വീട്ടിൽ എല്ലാ മാസവും കൂട്ടായ്മയുണ്ട്. ഒപ്പിയിരിക്കുമ്പോൾ തന്നെ സ്വതന്ത്രം അഭിഷേകത്തിന്റെ ശക്തി. അദ്ദേഹത്തിന്റെ പിതാവിന്റെ അഭിഷേകം അദ്ദേഹത്തിന് വന്നു. നിങ്ങളുടെ മേൽ ഏത് ആത്മാവുള്ളത് നിങ്ങളുടെ മക്കളിൽ വ്യാപരിക്കും. മനസ്സിലായി പറഞ്ഞത് കൂടിപ്പോരുത്. മനസ്സിലായോ? പരിജ്ഞാനക്കേടിന്റെയോ സുബോധക്കേടിന്റെയോ ദുരാത്മാവല്ലോ ആണെങ്കിൽ മക്കളിൽ വ്യാപരിക്കും. സുബോധത്തിന്റെ ആത്മാവാണെങ്കിൽ, അല്ലെങ്കിൽ പെങ്ങളെ പരിജ്ഞാനത്തിന്റെ ആത്മാവാണെങ്കിൽ നിങ്ങളുടെ മക്കളിൽ വ്യാപരിക്കും. ഉറപ്പായി സംഭവിക്കും. ലോകത്തിന്റെ ആത്മാവാ അഭിഷേകത്തിന് വിരോധമാണെങ്കിൽ മക്കൾ വ്യാപരിക്കും. ഉറപ്പായി സംഭവിക്കുന്നത്. എന്നാൽ നിങ്ങൾ ദൈവാത്മാവിന്റെ വിധേയപ്പെടുന്ന ആളാണ് ഇതിന്റെ തലമുറ വ്യാപരിക്കും. ഇതിനകത്ത് കൈയടിച്ചാൽ പഠിക്കുക മാത്രമല്ല, ഈ സമൂഹത്തിൽ മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒരു അഭിഷേകത്തിനായി സ്വപ്നം പറയുകയാണ്. രണ്ടാമത്തെ ഭാഗത്ത് യേശു പോയതുപോലെ യേശു എത്ര വിശ്വാസമുണ്ട്. താമസിക്കാതെ വാർത്ത നിങ്ങളുടെ മൊബൈലിൽ വരാൻ പോവാ, യൂട്യൂബിൽ വരാൻ പോവാ. കുറെ മനുഷ്യരെ കാണാനില്ല. കോയമ്പത്തൂർ കാണുന്നില്ല, ഡൽഹിയിൽ നിന്ന് കാണുന്നില്ല, ദോഹയിൽ നിന്ന് കാണുന്നില്ല, മല്ലപ്പള്ളിയിൽ നിന്ന് കാണുന്നില്ല, നിലമ്പൂരിൽ നിന്ന് കാണുന്നില്ലെന്ന് വാർത്ത വരാൻ പോവാ. ഈ വാർത്ത വായിക്കാൻ ഇഷ്ടമുണ്ടോ? യെസോർണോ? ആരും മിണ്ടുന്നില്ല. സമ്മിശ്ര പ്രതികരണമാണ്. ചെടിപ്പോട്ട വായിച്ചുകൊണ്ടിരിക്കുന്ന ഉറപ്പായി മാനസാന്തരം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധി ജീവിക്കുന്നില്ലെങ്കിൽ പോകണമെന്നില്ല. ഉറപ്പായി പോകുന്നില്ല. സ്വതന്ത്രം അനുതാപത്തിന്റെ ഏറ്റവും ഉറച്ച ആത്മാവ് നിറയ്ക്കട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. അടുത്ത് വായിക്കുമ്പോൾ ലോകത്തിൻ മുഖത്തുള്ള നാശങ്ങളെ വിട്ടൊഴിയണം. എന്ത് ചെയ്യണം? മോഹം ജനിക്കുന്ന ചിന്തകൾ വിട്ടൊഴിയണം. പ്രലോഭനം വിട്ടൊഴിയണം. യേശുവിന്റെ നാമത്തിൽ ജനത്തെ മരിപ്പിക്കണം. ഇടയ്ക്ക് ഉപവസിക്കണം, ബുദ്ധിയിൽ പ്രാർത്ഥിക്കണം. ഇതൊക്കെ പുതിയോകളാ. അതിനുമായിട്ട് ഇരിക്കണം, ധ്യാനിക്കണം, ജനലോകത്തെ മരിപ്പിക്കണം, വിട്ടൊഴിയണം. ഏകാഗ്രത. അവർക്ക് പറഞ്ഞാല് നമുക്കൊരു ഏകാഗ്രത വ്യക്തി ആവശ്യം. പ്രധാനമായിട്ട് നമ്മൾ പാടുന്നു, സാക്ഷ്യം പറയുന്നത്, യോഗം അതൊക്കെ ശരിയാ. പക്ഷെ ക്രിസ്തു ഏകാഗ്രത ഇല്ലെങ്കിൽ ഈ ലോകത്തിൽ പരാജയപ്പെടും. ഏകാഗ്രതയുള്ള ഹൃദയം. അപ്പോൾ ഏകാഗ്രതയ്ക്ക് വിരോധമായിട്ട് എന്തുണ്ട്? വിട്ടൊഴിയണം. വിട്ടൊഴിഞ്ഞേ പറ്റൂ. വിട്ടൊഴിഞ്ഞ ദിവ്യ സ്വഭാവം. എന്താ സ്വഭാവമാണ്? വിട്ടൊഴിഞ്ഞ ദിവ്യ സ്വഭാവം, ഡിവൈൻ നേച്ചർ. സ്വഭാവം രൂപീകരണം. ഒരു സ്വഭാവം മുതിർന്നേക്കാം, എഴുന്നേക്കാം, ഒരഞ്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. രണ്ട് കരങ്ങളെ ചേർത്ത് പിടി. അടുത്ത സഹോദരിമാർ തമ്മിൽ സഹോദരിമാർ തമ്മിൽ ചേർത്ത് കരങ്ങളെ പിടിക്കാം. ചെറിയ ജീവിതത്തിൽ നമ്മളിരിക്കുകയാണ്. ഒരു സമർപ്പണം ഉണ്ടാകട്ടെ. ഡിവൈൻ പവർ, ഒരു ദിവ്യ ശക്തി, ഒരു ദിവ്യ സ്വഭാവത്തിന് ഇതിലേക്ക് പകരം. പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കുന്ന ഏതെങ്കിലും ചിന്തകളോ വാക്കുകളോ ജീവിതത്തിൽ വന്നുപോയെങ്കിൽ അതിന് ഏറ്റുപറഞ്ഞ ഉപേക്ഷിക്കണം. കൊതിക്കണം, ദൈവമേ ഈ ജീവിതം ഒരു ചെറിയ ജീവിതമാണ്, എന്നെ സമർപ്പിക്കുന്നു. ഇടത്തും വലത്തും നിൽക്കുന്നവരെ ഒന്ന് അനുകരിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആദ്യം വ്യക്തിപരമായ ഒരു സമർപ്പണം, ഒരു വ്യക്തിപര പരിജ്ഞാന ജീവിതം, ഉന്നത വിളി, ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ഭാഗം തന്നിരിക്കുന്നു. വലിയ വാഴ്ത്തത്വമാണ് പരിശുദ്ധാത്മാവ്. നിങ്ങൾക്ക് ശക്തി ലഭിച്ച് സാക്ഷിയാകണം. അതിനായി സമർപ്പിക്കണം, അതിനായി ഭാവിക്കണം, വിശ്വസിക്കണം. വിട്ടൊഴിയണം. കർത്താവിന്റെ വരവിനെ പ്രത്യാശിക്കണം. നീ ആണോ മാറാൻ പോയ ശൗൽ യഹോവയുടെ ആത്മാവ് വന്നപ്പോൾ
ഒരാൾ മാറിയതുപോലെ, പത്രോസിന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ ആൾ മാറിയതുപോലെ ഈ തലമുറ ആൾ മാറുന്ന അഭിഷേകത്തിന് ഇടത്ത് പറഞ്ഞിരിക്കുന്നതിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാണ് ഈ ലോകത്തിൽ, ഈ ചെറിയ ജീവിതത്തിൽ ആ വ്യക്തി അനുഗ്രഹിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ആത്മതലം ഉണ്ടാകട്ടെ, ദൈവം കരുതട്ടെ, ആ ഹൃദയത്തെ ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. വിശ്വാസത പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധാത്മ സ്നാനം പ്രാർത്ഥിച്ചു, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ട്, ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ട്, യേശുവിന്റെ നാമത്തിൽ ഈ സഭ മേൽക്കുമേൽ വർദ്ധിച്ചു വരട്ടെ, പുതിയ കുടുംബങ്ങൾ, പുതിയ വ്യക്തികൾ വരട്ടെ, ദൈവത്തിന്റെ മഹത്വം ജനത്തിൽ ഉണ്ടാകട്ടെ. യേശുവെ നാട്ടിൽ പോയി സൂക്ഷിക്കണമേ, തലമുറയെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിലാമേ. കരങ്ങളടിച്ച് ആത്മാവിൽ ബലപ്പെട്ടാണ്